ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് ചേരുന്ന കുറച്ച് ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത്. ബേസിക്കലി എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻസ് സ്വാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പോലത്തെ സ്കിൻ ടോൺ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് ഏകദേശം ഏത് ഷെയ്ഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മാച്ചിങ് ആയിരിക്കും എന്ന് മനസ്സിലാകും. അപ്പോൾ എൻ്റെ ഷെയ്ഡ് ഏതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മീഡിയം ടു ഡീപ്പ് കാറ്റഗറിനകത്ത് നടുക്കായിട്ട് വരും. ഒരു ഡസ്കി മീഡിയം ടു ഡസ്കി കാറ്റഗറിയിലെ ഡസ്കി സ്റ്റാർട്ടിങ് ആ ഒരു രീതിയിലാണ് കേട്ടോ എൻ്റെ ഒരു സ്കിൻ ടോൺ വരണത്. നിങ്ങളിപ്പോൾ മാക്കിൻ്റെ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ മാക്കിൻ്റെ ഇത് പറയണ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മാക്കിൻ്റെ ഫൗണ്ടേഷൻ അത്ര ഇഷ്ടമല്ല. എനിവേ മാക്കിൻ്റെ ഫൗണ്ടേഷനകത്ത് NC40 അല്ലെങ്കിൽ NC42 ആ ഒരു ഇൻ ബിറ്റ്വീൻ വരണ പോലത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് വരണത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഡസ്കി സ്കിന്നാണെന്നിരിക്കട്ടെ, പക്ഷേ അതേ ഡസ്കി സ്കിൻ ആയിരിക്കില്ല നിങ്ങളുടെ. കാരണം എൻ്റെ ഒരു അണ്ടർടോൺ വരുന്നത് വാം കൂടുതലുള്ള ന്യൂട്രൽ അണ്ടർടോണാണ്. അതായത് കുറച്ചൊരു ന്യൂട്രൽനെസ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസിലോട്ട് നോക്കുമ്പോഴേക്കും മനസ്സിലാവും ഞാൻ അത്ര കണ്ടൊരു യെല്ലോയിനെസ് അല്ല എൻ്റെ സ്കിന്നിലുള്ളത്. ഒരു ഇച്ചിരി ഒരു വാംനെസ് ഉണ്ട്, എന്നാൽ ഇച്ചിരി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കാനായിട്ട്. സ്കിൻ ടോൺ മാത്രം നോക്കിയാൽ പോരാ, സ്കിൻ ടോൺ മെയിൻ നോക്കണം, പിന്നെ നിങ്ങൾ അണ്ടർടോണും കൂടിയിട്ട് നോക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി എൻ്റെ ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചത്. ഫസ്റ്റ് വൺ, പിന്നെ ഞാൻ ഇതേ സെയിം വീഡിയോ ഒരു 1-2 വർഷം മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് അവരുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് അതിൽ നിന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലില്ലാത്ത ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ടാഗ് ചെയ്തേക്കാം, അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഫൗണ്ടേഷൻസ് മേടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഏതെങ്കിലും ഫൗണ്ടേഷൻസ് മേടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള ഈ ഒരു ഫൗണ്ടേഷൻ നോക്കാം കേട്ടോ. ഇത് 312 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിന് മുൻപ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 310 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് അത് കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു മേബിലിൻ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മോ, ഇത് ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ആവും. നിങ്ങൾ ഈ ഒരു ഷെയ്ഡാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കാട്ടിലും ഒരു 2-3 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള മേടിക്കണമായിരിക്കും ബെറ്റർ. സെയിം അണ്ടർടോൺ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഉള്ളത് കേട്ടോ. അതല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഓക്സിഡൈസ് ആവാനായിട്ട് തുടങ്ങും, ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡൈസ് ആവാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് മേക്കപ്പ് ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഓക്സിഡൈസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴേക്കും കോണ്ടാക്റ്റിൽ വരുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ മാറാൻ തുടങ്ങും. അതായത് അതൊന്നും ഇങ്ങനെ ഡള്ളാവാന്നല്ല, കുറച്ച് കളർ ചേഞ്ച്, ഇത്തിരി ഡാർക്ക് ആവും, ചിലപ്പോൾ ഡള്ളാവും, ആ ഒരു രീതിയിലോട്ട് മാറാൻ തുടങ്ങും. അത് ഇങ്ങനെ മീഡിയം ടു ഡീപ്പ് സ്കിൻ ആ ഒരു രീതിയിലുള്ള സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഓക്സിഡൈസ് ആവണത്. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഹെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഓക്സിഡൈസ് ആവും. പോഴ്സ് ഒക്കെ കുറച്ചും കൂടി വലുപ്പമുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഓക്സിഡൈസേഷൻ. അപ്പോൾ എൻ്റെ ഫേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ ബേബി ഹെയർസ് ആണ്, എനിക്ക് നിറച്ചും മൊത്തം മുടിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ആവാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷൻ, ഈ എല്ലാ ഫൗണ്ടേഷൻസ് എടുക്കണേ മുമ്പ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്തോരം ഓക്സിഡൈസ് ആവും എന്നുള്ളത് നോക്കണം. പിന്നെ ചില ഫൗണ്ടേഷൻസ് അത് തന്നെ ഓക്സിഡൈസ് ആവും. ഈ ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ഓക്സിഡൈസ് ആകും, അതിന് പുറമെ ഈ ഫൗണ്ടേഷൻ അതിൻ്റെതായ രീതിയിൽ ഓക്സിഡൈസ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി. ഇതിങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. ഇത് കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ബ്ലെൻഡ് ആയിട്ട് വരുമ്പോഴേക്കും നല്ല മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. നല്ലൊരു വാം ആയിട്ടുള്ള ഒരു അണ്ടർടോൺ ആണ് ഈ ഒരു ഫൗണ്ടേഷൻ ഉള്ളത്. പിന്നെ ഇതിങ്ങനെ വാം അണ്ടർടോൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഒരു ഫൗണ്ടേഷൻ ബ്രാൻഡിനകത്തും നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ വേണം നമ്മളുടെ അണ്ടർടോണിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി. അതിപ്പോഴാട്ടോ ഞാൻ പഠിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചു വെച്ചൊരു സംഗതിയാണിത്. ഇത് കളർ കറക്റ്ററാണ് കേട്ടോ, എൽഫിൻ്റെ ബ്ലൂ കളർ കറക്റ്ററാണ്. ഇത് കൺസീലറാണ് ആക്ച്വലി. ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്ററാണ്. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ ഫൗണ്ടേഷൻസിൻ്റെ കൂടെയും ഇത് മിക്സ് ചെയ്യാറുണ്ട്. കാരണം എനിക്കൊരു ന്യൂട്രൽനെസ് ഉള്ളതുകൊണ്ട്, എന്നാൽ പക്കാ ന്യൂട്രൽ ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ആവില്ല. എനിക്ക് വാം ഫൗണ്ടേഷൻ വേണം. അതിനകത്ത് ഞാൻ ഈ ഒരു ന്യൂട്രൽ ഇച്ചിരി ബ്ലൂ പിഗ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് ഇത്തിരി ഒന്ന് ന്യൂട്രലൈസ് ആവും. അങ്ങനെയാണ് ഞാൻ മിക്ക ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാംനെസ് ഉണ്ടാകും. ഇത് ഇടുമ്പോൾ എന്താ വെച്ചാൽ നല്ലതാണ്, പക്ഷെ എനിക്ക് ഇത്തിരി കൂടി രസമായിട്ട് ഇങ്ങനെ ഒരു ഭംഗിയുള്ള രീതിക്ക് വരാനായിട്ട് ഞാൻ ഈ ഒരു പിഗ്മെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്.
പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷോപ്പിംഗ് ടാഗിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത വന്നിട്ട് ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാക്കേജിങ് ഇരിക്കുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നല്ലൊരു ഒരു സ്കിൻ ടിൻറ്റ് പോലെ ഒരു ലൈറ്റ് മീഡിയം കവറേജേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുള്ളത്. ഒരു എന്താ പറയുക, ഭയങ്കര സ്കിന്നിലിടുമ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 155Y എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതെനിക്ക് കറക്റ്റ് മാച്ചായി. എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് ഇതിൻ്റെ ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡ് മതിയായിരുന്നു എന്ന്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇരിക്കണത്. ഇതൊന്ന് ബ്ലെൻഡായി വരുമ്പോഴേക്കും തീരെ അറിയില്ല. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എല്ലാ ഫൗണ്ടേഷൻസും ഇങ്ങനെ നല്ലോണം സ്കിന്നുമായിട്ട് ഇതാകും. ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലൂ പിഗ്മെൻറ്റ് മിക്സ് ചെയ്യാറുണ്ട്. കാരണം ഇതും ഒരു വാം അണ്ടർടോൺ ആയി ചെറിയൊരു യെല്ലോയിനെസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ കൂടെയും ഞാൻ ബ്ലൂ പിഗ്മെൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് പിന്നെ എൻ്റെ സ്കിൻ ഓക്സിഡൈസ് ആവുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പൊടിക്ക് ഇത് ഓക്സിഡൈസ് ആവാറുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ളത് കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. കാരണം എൻ്റെ പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇനി അടുത്ത് വന്നിട്ട് ഈ ഒരു ടു ഫേസ്ഡിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ ബോൺ ദിസ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇതിനകത്ത് എൻ്റെ ഷെയ്ഡ് വരുന്നത് പ്രാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതും അത്യാവശ്യം ഒരു വാം ടോൺഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷേ ഇത് എൻ്റെ സ്കിൻ ടോൺ ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ഇതിന് ഇച്ചിരി ഒരു ഓറഞ്ച് ഇതുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഓറഞ്ച് ടിൻറ്റ് ഇതിനുണ്ട്. കണ്ടോ, ഒരു ഓറഞ്ചിനെസ് ആണ് ഇതിനുള്ളത്. ഇതെനിക്ക് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ സ്കിൻ ടോണായിട്ട് പെർഫെക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇത് ഓക്സിഡൈസ് ആവുമ്പോൾ എനിക്ക് ഇത്തിരി ഒരു ഡള്ളാവും. ഈ ഒരു ഓറഞ്ചിനെസ് ആയതുകൊണ്ട് ഇത്തിരി ഒരു ഡള്ളാവും. പിന്നെ എൻ്റെ ഈ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഇത്തിരി ഒരു എന്താ പറയുക, കളർ ചേഞ്ച് ആവണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ ഡസ്കി ഡീപ്പ് മീഡിയം സ്കിൻ ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കളർ കറക്റ്റ് ചെയ്യണം. കാരണം പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ്, ഇവിടെ വേറൊരു ഷെയ്ഡ്. പ്രത്യേകിച്ച് എൻ്റെ നെറ്റിയിൽ വേറൊരു കളർ, ഇവിടെ രണ്ടിടത്ത് വേറൊരു കളർ, ഇവിടെയൊക്കെ ഒരു മുഖത്ത് തന്നെ പല പല കളറുകളാണ് എനിക്കുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കളർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഫേസിൽ എന്തെങ്കിലും ഇടാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം ഇതെനിക്ക് ഓക്സിഡൈസ് ആവാറുണ്ട്. എന്നാൽ ഷെയ്ഡ് കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഷെയ്ഡ് കറക്റ്റൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ അത്രയും ഫേസിൽ അത്ര രോമങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരു ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ് മേടിച്ചു. ഈ ഒരു ടു ഫേസ്ഡിൻ്റെ വാം ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് നല്ലൊരു രസമുള്ളൊരു യെല്ലോ അണ്ടർടോണാണ്. ഇതിന് ഇത്തിരി ഒരു ഓറഞ്ച് അണ്ടർടോണാണ്, എന്നാൽ ഇതിന് ഒരു യെല്ലോ അണ്ടർടോണാണ് കേട്ടോ. ഇതിൻ്റെ അണ്ടർടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെച്ച് എപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും ചോദിക്കാറുണ്ട്, ഇന്നത്തെ മേക്കപ്പ് നല്ല രസമുണ്ടല്ലോ, അങ്ങനെ എന്നോട് പറയാറുണ്ട്. നല്ലതായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്ചർനെസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്ചറിനെയൊക്കെ ഒന്ന് മാറ്റി പോഴ്സൊക്കെ ഒന്ന് ഫില്ലാക്കി നല്ലൊരു രസമായിട്ട് സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്ന് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫൗണ്ടേഷൻ. ഇതാണ് വാം ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. കണ്ടു, ഈ ഷെയ്ഡ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. നല്ലോണം ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ബ്ലഷും കോണ്ടോറും ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും സ്കിന്നിന്. ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. നിങ്ങൾ എപ്പോഴും ഫൗണ്ടേഷൻസ് ഒക്കെ മേടിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പത്തെ വീഡിയോയിൽ, ഒന്നും കൂടി പറയാം, നിങ്ങൾ ഫൗണ്ടേഷൻസ് ഒക്കെ മേടിക്കുമ്പോഴേക്കും കുറച്ചൊരു വില കൂടുതലുള്ള ഫൗണ്ടേഷൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എല്ലാ വില കൂടിയ ഫൗണ്ടേഷൻ അടിപൊളിയാണെന്നല്ല, ഈ ഒരു ഫൗണ്ടേഷൻ നല്ല, അങ്ങനെ കുറച്ച് നമുക്ക് ആ കൊടുക്കണം പൈസയ്ക്ക് ഭയങ്കര വേർത്തിട്ടായിട്ട് ഫീൽ ചെയ്യും. ഇത് നിങ്ങളുടെ നല്ല ക്ലീൻ സ്കിന്നാണ്, പോഴ്സ് ഒന്നുമില്ല, ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരേപോലത്തെ റിസൾട്ട് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ നിങ്ങളുടെ സ്കിന്നിൽ പോഴ്സ് ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്, ഇങ്ങനെ എന്താണ് കുഴികളുണ്ട്, അങ്ങനെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ മാറ്റർ ചെയ്യും. ഓക്കെ, നല്ലൊരു ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിലാണ് അത് നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാനും അതിനൊരു എന്താ പറയുക, ഒരു സ്മൂത്ത് ലുക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക നല്ലൊരു ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന, നിങ്ങൾ കുറച്ച് പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ മേടിക്കാൻ പറ്റുന്നൊരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. ഇനി അടുത്ത ഫൗണ്ടേഷൻ ഈ ഒരു എസ്റ്റേ ലോഡറിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇവരുടെ ഡബിൾ വെയർ സ്റ്റേ പ്ലേസ് മേക്കപ്പ് ആ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിനകത്ത് ഉള്ള ഷെയ്ഡ് ടോസ്റ്റി ടോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിനും ഒരു വാം അണ്ടർടോൺ ഉള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡും എനിക്ക് ഓക്സിഡൈസ് ആവാറുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല സ്കിന്നിൽ ഇടുമ്പോഴേക്കുള്ള ഒരു
ഫിനിഷ് നല്ല രസമുള്ള ഫിനിഷാണ്. പക്ഷെ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷന്റെ ഫിനിഷാണ് കുറച്ചും കൂടി ഇതിനെക്കാട്ടിലും ഇഷ്ടം. മേ ബി എൻ്റെ സ്കിന്നിന് ഇത്തിരി കൂടി ടെക്സ്ചർ ഉള്ള സ്കിൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ഷെയ്ഡ് നല്ല കറക്റ്റ്, നല്ല നിങ്ങൾ എൻ്റെ പോലത്തെ ഒരു സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡായിരിക്കും. ഇനി അടുത്ത വന്നിട്ട് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ എയർ ബ്രഷ് ഫിനിഷ് ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. ഈ ഒരു റേറ്റിന് ഇതിന് 400 രൂപ എന്താണ്ടുള്ളൂ. ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, സൂപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസാണ്. ഫൗണ്ടേഷനും അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഓക്സിഡൈസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മേടിച്ചത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഈ ഒരു ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവുന്നത് ഭയങ്കര കുറവാണ്. എൻ്റെ സ്കിന്ന് ഇങ്ങനെ മുടിയുള്ള ഹെയർ ഉള്ള ഭാഗത്തൊക്കെ ഓക്സിഡൈസ് ആവുമെന്ന് ഒഴിച്ചാൽ ഈ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ഞാൻ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. ഭയങ്കര രസമായിട്ട് നമ്മുടെ മേക്കപ്പ് വന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് നല്ല രസമായിട്ട് വന്നായിരുന്നു. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഈ ഒരു സ്വിസ് ബ്യൂട്ടിനകത്തുള്ള എൻ്റെ ഷെയ്ഡ്. കാരമൽ ബീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇതിനകത്ത്. പക്ഷെ അത്ര ഷെയ്ഡ് വെറൈറ്റീസ് ഇല്ല. നിങ്ങളുടെ ഷെയ്ഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമായിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഒരു സ്കിൻ ടോൺ, എന്നെക്കാട്ടിലും ലൈറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺ, പിന്നെ എന്നെക്കാട്ടിലും ഒരു ഷെയ്ഡ് ഡാർക്കർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബ്ലഷും കോണ്ടോറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആക്കാം. ഇനിയിപ്പോൾ ഇത് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ കൺസീലറൊക്കെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ല രസമായിട്ട് വരും. കാരണം ഒത്തിരി ഓക്സിഡൈസ് ആവാത്തതുകൊണ്ട് ഇത് നമുക്ക് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്വിസ് ബ്യൂട്ടിയിലുള്ള ഷെയ്ഡ്. ഇനി അടുത്തത് ഈ ഒരു മാൾസിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് അവരുടെ ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. ഇതിനകത്ത് 08 ഷെയ്ഡും 09 ഷെയ്ഡും 07 ഷെയ്ഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 08 ഷെയ്ഡ് വൈസ് എനിക്ക് കറക്റ്റാണ്. ഇതിന് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഏതോ മറ്റേ ആ പ്രാലിൻ ഷെയ്ഡില്ലേ, ടു ഫേസിൻ്റെ അതുപോലത്തെ ഒരു ഓറഞ്ച് ടോൺ ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് കണ്ടോ, ഷെയ്ഡ് വൈസ് ഇത് കറക്റ്റ് മാച്ചിങ് പോലെയുണ്ട്. ഒരു ഇത്തിരി ഓറഞ്ച് ടോൺ ഉണ്ട് കണ്ടോ, കുറച്ചൊരു ഓറഞ്ച് ടോൺ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സ്കിന്നിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ആവും കേട്ടോ. ഞാൻ ആദ്യം മേബിലിൻ്റെ പറഞ്ഞില്ലേ, അതേപോലെ ഈ ഒരു ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവുന്നൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഷെയ്ഡ് ഏതാണോ അതിനെക്കാട്ടിലും ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ 2 ഷെയ്ഡോ ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ മേടിക്കണമായിരിക്കും ബെറ്റർ. ഇതിൽ നിന്ന് തന്നെ എൻ്റെ കയ്യിൽ 7 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഒരു വാംനെസ് ഉള്ള ഷെയ്ഡാണ്. എനിക്കിത് കുറച്ചും കൂടി എൻ്റെ സ്കിന്നിൽ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കണ്ടോ, ഇത് ഇപ്പം തന്നെ ഓക്സിഡൈസ് ആയി നോക്കി, ഒരു 2 മിനിറ്റ് ആയുള്ളൂ അപ്പം തന്നെ അത് ഓക്സിഡൈസ് ആയി. അങ്ങനെ ഭയങ്കരമായിട്ട് പക്ഷെ എൻ്റെ കറക്റ്റ് എൻ്റെ സ്കിൻ ടോണുമായിട്ട് അങ്ങനെ ഈ ചെയ്തതിൽ വെച്ചിട്ട് ഈ പ്രാലിന് കുഴപ്പമില്ല. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിൻ ടോണിന് കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. പക്ഷെ ഇത് ഒരു ഡൾ ലുക്ക് വരും ഇത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും. അതാണ് പ്രശ്നം. ഇതാണ് കേട്ടോ 07 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. കുറച്ചും കൂടി ഒരു വാം യെല്ലോ അണ്ടർടോൺ ഉള്ളതാണ്. ഇതിനകത്തോട്ടും എനിക്ക് ആ ഒരു പിഗ്മെന്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് കുറച്ചും കൂടി അണ്ടർടോൺ മാച്ചിങ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ കണ്ടോ, ഇത് ഇടുമ്പോഴേക്കും എൻ്റെ പോഴ്സൊക്കെ ഇങ്ങനെ എടുത്തറിയും. അതാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. ഫുൾ കവറേജ് ആണ്, ഈസി ആയിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഫൗണ്ടേഷൻ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സ്കിന്നിലുള്ള ടെക്സ്ചറും പോഴ്സൊക്കെ ഇത്തിരി എടുത്ത് അറിയിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ, ഈ ഒരു റേഞ്ച് ഓഫ് ഫൗണ്ടേഷനകത്ത്. പക്ഷെ ഇതാണ് എൻ്റെ ഷെയ്ഡ്സ്. ഇനി അടുത്ത ഫൗണ്ടേഷൻ വന്നിട്ട് ഈ ഒരു ഷുഗറിന്റെ ഫൗണ്ടേഷൻ ആണ്. ഷുഗറിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇതിനകത്ത് എൻ്റെ ഷെയ്ഡ് വരുന്നത് 30 ചോക്കോ കിനോയ അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത് എൻ്റെ ഇത് വരണത്. ഇതും ഇങ്ങനെയാണ് കേട്ടോ ഇതിരിക്കണത്. ഇതിപ്പോൾ കാണുമ്പോഴേക്കും ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ബ്ലെൻഡൊക്കെ ചെയ്ത് ബ്ലഷും കോണ്ടോറൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ല ഷെയ്ഡാണ്. എൻ്റെ പോലെ നിങ്ങളുടെ സ്കിന്ന് നല്ലോണം ഓക്സിഡൈസ് ആവുന്നതാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ഒരു ഷെയ്ഡ് ഡാർക്കർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. പിന്നെ എനിക്ക് പൊതുവേ സ്റ്റിക്ക് ഫൗണ്ടേഷൻസ് എൻ്റെ സ്കിന്നിൽ അത്ര ഇഷ്ടമല്ല. നിങ്ങളുടെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, മെച്യൂർഡ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ നല്ലതായിരിക്കും. എനിക്ക് ഇച്ചിരി ഓയിലി ആക്നി പ്രോൺ കൈൻഡ് ഓഫ് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഓയിലി ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഷെയ്ഡിന്. നല്ലൊരു വാം യെല്ലോ അണ്ടർടോൺ ഉള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടത്. പക്ഷെ ഇത് ഞാൻ അത്ര കണ്ടിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല, പിന്നെ ഷെയ്ഡ് റെഫറൻസിനായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത് വന്നിട്ട് ഈ ഒരു ഷാലറ്റിൻ്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇവരുടെ എയർ ബ്രഷ് ഫ്ലോലെസ് ഫൗണ്ടേഷൻ ആണ്.
ഇതിനകത്ത് എൻ്റെ ഷെയ്ഡ് 8 വാം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ പോയിട്ട് സ്വാച്ച് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന ഫൗണ്ടേഷനാണ്. ഇതാണ് കേട്ടോ ഇതിനകത്ത് എൻ്റെ ഷെയ്ഡ് വരണേ. പക്ഷേ എനിക്ക് ഈ ഫൗണ്ടേഷൻ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഷെയ്ഡിൻ്റെ ആണോ എനിക്കതിൻ്റെ പെർഫോമൻസ് തന്നെ എനിക്ക് അത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഉണ്ട് ഇത് വരയ്ക്കുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മറ്റേ മാൾസിൻ്റെ വരച്ചപ്പോഴേക്കും എൻ്റെ പോഴ്സ് ഇങ്ങനെ വിസിബിൾ ആയി വരുന്നില്ല. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ പോഴ്സ് ഇങ്ങനെ ഫില്ലായിട്ടാണ് വരുന്നത്. ആ പോഴ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കണില്ല, കണ്ടോ? ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഈ കാണുന്ന ഹൂഡ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഈസി ബ്ലർ ഫൗണ്ടേഷൻ ആണ്. നാച്ചുറൽ എയർ ബ്രഷ് ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. 310G എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അമരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതും ഞാൻ ഫൗണ്ടേഷൻ സ്വാച്ച് ചെയ്ത് കടയിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഫൗണ്ടേഷനാ. ഇതും എനിക്ക് അത്യാവശ്യം ഓക്സിഡൈസ് ആവാറുണ്ട്. പക്ഷെ ബാക്കിയുള്ളതിനെ പോലെ അത്രയും ഓക്സിഡൈസേഷൻ ഇല്ല കേട്ടോ. വളരെ കുറച്ച് ഓക്സിഡൈസേഷൻ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഞാൻ സ്വാച്ച് ചെയ്തിട്ട് ബാക്കി പറയാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്വാച്ച്. ഇതിന് പക്ഷേ ഒരു ചെറിയ മണമുണ്ട്, എനിക്ക് ഇഷ്ടമല്ല ഇതിൻ്റെ മണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ എഴുതിയേക്കണ പോലെ തന്നെ ഈസി ബ്ലർ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പോഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോഴ്സ് ശരിക്കും ഇങ്ങനെ ഒരു ഫിൽറ്റർ ഇട്ട പോലത്തെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് പോഴ്സ് ഒന്നും ഇല്ലാത്ത നോർമൽ കൈൻഡ് ഓഫ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ഡിഫറൻസ് അറിയണമെന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണം. ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ഷോപ്പിംഗ് ഇവിടെയാണോ ആ ഒരു ഷോപ്പിംഗ് ടാഗിൽ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫൗണ്ടേഷൻ സ്വാച്ച് അറിയണം, എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.